കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ശുദ്ധിച്ചടങ്ങുകളായിരുന്നു. ശുദ്ധിച്ചടങ്ങുകളും കഴിഞ്ഞു. 25 ലക്ഷം കഴിഞ്ഞ് കണ്ണന്റെ ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. കലശച്ചടങ്ങളൊക്കെ കഴിഞ്ഞ് പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ. എന്താ വെച്ചാല് പത്മനാഭസ്വാമിയായിട്ട് അനന്തന്റെ മുകളിൽ കിടക്കണ പത്മനാഭസ്വാമിയായിട്ട് അന്ന് ചാർത്തിരിക്കണേ. എന്തൊരു ഭംഗിയറിയോ കാണാൻ. അനന്തനെ ഇങ്ങനെ കളവൻ ചന്ദനം കൊണ്ട് ഇങ്ങനെ നല്ല കളഭം കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെത്ത പോലെ ആക്കിയിട്ടുണ്ട്. അനന്തന്റെ പത്തി വിടർത്തി ഇങ്ങനെ മുകളിങ്ങനെ നിൽക്കുകയാണ്. ഒരു കടക്കെ പോലെ തന്നെ അനന്തം കിടക്കണം. അതിന്റെ മുളതാ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ അനന്ത പത്മനാഭനായിട്ട് ഇങ്ങനെ കിടക്കണു. എന്തൊരു ഭംഗിയറിയോ. കാല് നീട്ടി നിവർന്ന് കിടക്കാണ്. ആ അനന്തന്റെ മുകളില് ആ അനന്തന്റെ മുകളിൽ കിടക്കണ ആ പത്മനാഭന്റെ തൃപ്പാദത്തിൽ അത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട് ഞൊറിയോട് കൂടി നല്ല ഭംഗിയായിട്ട് പാളസാറ് പോലെ എടുത്തിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പൊളിച്ച മാലയും ചാർത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയറിയോ ആനന്ദ പത്മനാഭനെ കാണാൻ. നല്ല കൗതുകം. നല്ല ഭംഗിയായിട്ട് ആ വിഗ്രഹത്തിന് നമ്മൾ ചാർത്തിരിക്കുന്നത് കേട്ടോ. അതാണ് കൗതുകം. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു താമരപ്പൂ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വലത്തെ കയ്യിലൊരു കുവളപ്പൂവ്. താഴത്തതാ ഒരു ശിവലിംഗം ഇരിക്കുന്നുണ്ട് വലത്ത് ഭാഗത്തായിട്ട്. ആ ശിവലിംഗത്തിന്റെ മുകളിൽ അർച്ചിച്ചും കൊണ്ടാ ശിവന്റെ ശിവലിംഗത്തിന്റെ മുകളിൽ കുവളം അർച്ചിച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ താമരപ്പൂവും പിടിച്ച് നമ്മുടെ അനന്ത പത്മനാഭൻ അതാ ശ്രീലകത്ത് ഇങ്ങനെ ആനന്ദന്റെ മുകളിൽ ഇങ്ങനെ ശയിക്കണം. എന്തൊരു ഭംഗിയായിട്ട് അറിയോ ചാർത്തിരിക്കണം. നല്ല കൗതുകമുണ്ട്. ഈ ശയിച്ചുകൊണ്ടിരിക്കണ ആ പൊന്നുകുരായ്പന്റെ മുകളിലാണ് ആ പത്തി വിടത്തി കൊണ്ട് അനന്തൻ നിൽക്കുന്നത്. അതും നല്ല ഭംഗിയാണ്. ആ മെത്തയിൽ കടന്നുകൊണ്ട് ആ നല്ല ഭംഗിയാണ്. ശ്രീലകത്തേക്ക് നോക്കി നല്ല സന്തോഷമാവും നമുക്ക്. അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കണം കേട്ടോ അനന്തപത്മനാഭനായിട്ട്. വലിയൊരാളായിട്ട് തന്നെയാണ് ഇന്ന് പൊന്നു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. തിരുമുടി മാലകൾ 3 ചാർത്തിരിക്കുന്നത്. നല്ല ചുമന്ന തെച്ചിയും വെളുത്ത പൊങ്ങിന് ഇടകടന്നുള്ള 2 അങ്ങനെ തിരുമുടി മാലകൾ. മറ്റേ തിരുമുടി മാല താമരയും തുളസിയായിട്ടുള്ളതാണ്. അങ്ങനെ 3 തിരുമുടി മാലകൾ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അതാ രസം. ഇതൊക്കെ ചാർത്തി കഴിഞ്ഞാൽ ഒരു ഉണ്ടമാലയല്ലേ പിന്നെ ചാർത്താൻ പറ്റുള്ളൂ. അങ്ങനെയായിട്ട് ആ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, കുറച്ച് തുളസി, തെച്ചിപ്പൂക്കൾ ധാരാളം, കുറച്ച് തുളസി, അങ്ങനെ ഇടവിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഈ അനന്തപത്മനാഭന് പാകത്തിന് ഉണ്ടമാലയും തിരുമുടിമാലകളൊക്കെ കാണാൻ നല്ല കൗതുക. അനന്തപത്മനാഭന്റെ കിരീടം ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. നല്ല കളഭം കൊണ്ടാണ് ഈ ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വലിയ കിരീടവും ചാർത്തിയിട്ടുണ്ട്. അത് വിട്ടതാ. അത് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അനന്തപത്മനാഭന്റെ ആ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തൊക്കെ സന്തോഷമാവും നമുക്ക്. അത്ര രസമായിട്ട് ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ട് താമരയും തുളസിയായിട്ട് നല്ല തടിച്ചൂരുണ്ട് ഒരു ഉണ്ടമാല. പിന്നെ തെച്ചിയും തുളസിപ്പൂവായിട്ട് തടിച്ചൊരു ഉണ്ടമാല. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഒരു 3 ഉണ്ടമാലകൾ. പിന്നെ വെളുത്ത പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശരിക്കും അനന്തപുരി തന്നെ അനന്തപത്മനാഭൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഇടത്തെ കയ്യിൽ താമരപ്പൂ കണ്ടിട്ട് തിരിക്കേണ്ടത് തോന്നുന്നു. അത്ര രസമായിട്ട് വലത്തെ കൈ കൊണ്ട് ആ കുളപ്പൂ അതാ ശിവലിംഗത്തിന് അർച്ചിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ നല്ല സന്തോഷത്തിലാ. ഗുരുവായൂർ ശുദ്ധിച്ചടങ്ങളൊക്കെ കഴിഞ്ഞ് പൊന്നുണ്ണി കണ്ണനും നല്ല സന്തോഷത്തില്. നാരായണാവ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. തിട്ടേഴും ഗോപി ചന്ദനം കൊണ്ടു പൊട്ടു തൊട്ടൊരു പൊൻകുടം ഹാസദുക്തത്തിൽ കൂളികളിടും ഹൈയങ്കവീന സന്തോഷം ഭംഗിയിൽ വേണു കയ്യിലേന്തുന്ന സംഗീത വിദ്യാ കൗശലം ശ്രീവനമാല ചൂഴുന്ന പാവനേന്ദ്ര നീലാചലം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ നിന്ന് അനന്തപത്മനാഭനായിട്ടാ അനന്തന്റെ മോട്ട് ശയിച്ചും കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകണ്ട് ചാർത്തിയത് കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം. നല്ല വ്യക്തമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അനന്തപത്മനാഭ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കാല് രണ്ടിങ്ങനെ അനന്തന്റെ മുകളിൽ കിടക്കെ വെള്ള അനന്തന്റെ മുകളിൽ ഇങ്ങനെ കാല് നീട്ടി കിടക്കണം. 2 തൃപ്പാദം മുറുകെ പിടിക്കുക. കൈവടിയരുതേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന. നെഞ്ച് പൊട്ടി കണ്ണാ ഗുരുവായൂരപ്പ അനന്തപത്മനാഭ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപാദം 2 മുറുകെ പിടിച്ച് ആ കിരീടമൊക്കെ വെച്ച് കിടക്കണം അനന്തപത്മനാഭന്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നമ്മളെ കൈവിടില്ല പൊന്നുണ്ണി കണ്ണൻ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്.
നാരായണ 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 ഹരേ ഹരേ